ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് 29 വർഷം ഔദ്യോഗിക ജീവിതം പൂർത്തിയാക്കി വിട പറയുന്ന എൻ്റെ ഭർത്താവിൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനാണ്. അതിൻ്റെ വിവിധ ദൃശ്യങ്ങളും കൂടി ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അട്ടപ്പാടി അഗളി സെക്ഷനിൽ സബ് എഞ്ചിനീയറായിട്ടാണ് അദ്ദേഹം തൻ്റെ 29 വർഷത്തെ ഔദ്യോഗിക ജീവിതം പൂർത്തിയാക്കുന്നത്. 1.5 വർഷം മുമ്പാണ് ഞാനും കുട്ടികളും എൻ്റെ ഭർത്താവും ചേർന്ന് അട്ടപ്പാടിയിലേക്കൊരു യാത്ര പോയത്. അന്ന് ഞാൻ പോയത് ശിവരാത്രിക്കായിരുന്നു. അവിടെ മല്ലീശ്വരൻ മുടിയിലേക്ക് പോകുന്ന മലപൂജാരിമാരെ അറിയുവാനും മല്ലീശ്വരൻ ക്ഷേത്രത്തെ പരിചയപ്പെടാനുമാണ് അന്ന് പോയത്. ആ ഒരു ക്ഷേത്രത്തിൽ വലിയൊരു ശിവലിംഗത്തെയാണ് പൂജിക്കുന്നത്, അതും ആദിവാസികൾ. അന്ന് കടലയും ഉഴുന്നും മുതലായ ധാന്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവരവിടെ എറിയും. പിന്നീട് കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ഭഗവാന് ഒരു നേർച്ചയും. അങ്ങനെ അവിടം സന്ദർശിക്കാൻ ഭാഗ്യമുണ്ടായി. കിഴക്കോട്ടൊഴുകുന്ന 3 പുഴകളിൽ ഒന്നായ ഭവാനിപ്പുഴ, അതിൻ്റെ പാലം, അതിൻ്റെ അടുത്ത് തന്നെയാണ് മല്ലീശ്വരൻ ക്ഷേത്രവും. ദൂരെ മല്ലീശ്വരൻ മുടി കാണാൻ കഴിയും. പരമശിവന്റെ ഒരു സാന്നിധ്യം നമുക്ക് അവിടെ ചെന്നാൽ അനുഭവപ്പെടും. അവിടേക്ക് പോകാൻ പ്രവേശനമൊന്നുമില്ല. വർഷത്തിലൊരിക്കൽ മലപൂജാരിമാരാണ് വ്രതമെടുത്ത് പോകാറ്. മുളം തണ്ടുകളിൽ അവർ പൂജയ്ക്ക് ശേഷം പ്രസാദം കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യും. ഞങ്ങളങ്ങനെ അതിരാവിലെ പുറപ്പെട്ടു. റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ തുടങ്ങുന്നത് 10 മണിക്കാണ്. അട്ടപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് പരിപാടി. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെല്ലാം ഗംഭീരമായി തന്നെ വിവിധ പരിപാടികൾക്ക് ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാനും കുട്ടികളും ഞങ്ങളുടെ കൂടെ കാർ ഓടിക്കുന്നതിനായിട്ട് ജനാർദ്ദനനും ചേർന്ന് രാവിലെ തന്നെ പുറപ്പെട്ടു. ഇനി വിവിധ ദൃശ്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അദ്ദേഹം അഗളി സബ് സ്റ്റേഷനിലെ KCB സബ് എഞ്ചിനീയറാണ്. റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട വിവിധ ദൃശ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പകർത്തിയിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അട്ടപ്പാടിയിലൂടെ അഗളിയിലേക്കാണ്. കാടിൻ്റെ വശ്യ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കൂടെ ഡ്രൈവ് ചെയ്യുന്നത് ജനാർദ്ദനനും ഹസ്ബൻഡ് ശ്രീ PV മോഹൻദാസും എൻ്റെ മോൻ അരുൺ P മോഹൻ, മോൾ അശ്വതി PV. അങ്ങനെ ഞങ്ങൾ അട്ടപ്പാടിയിലെ 10ാം വളവിലെത്തിയിരിക്കുകയാണ്. നഞ്ചിയമ്മയുടെ ചിത്രമാണ് ഈ കാണുന്നത്. മാലിന്യം കൊണ്ട് തള്ളിയിരുന്ന ഈ സ്ഥലം ഇപ്പോൾ ഒരൊറ്റ ഫ്രെയിമിൽ അട്ടപ്പാടിയുടെ മുഴുവൻ സൗന്ദര്യം നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ ഞങ്ങൾ സബ്സ്റ്റേഷനിലെത്തി. അവിടെ ഞങ്ങളെ മുകളിലെ ഹാളിലേക്ക് സ്വീകരിക്കുകയും അവിടെ ഇരുത്തുകയും ചെയ്തു. സാറിൻ്റെ ഓഫീസിലെ ആളുകളെല്ലാം എത്തിച്ചേർന്നു. ആനന്ദ് സാറിൻ്റെ ഉറ്റ തോഴനാണ്. കൂടെ തന്നെ ബിന്ദു മാഡവും ഉണ്ടായിരുന്നു. മോളും സാറും സബ്സ്റ്റേഷൻ കാണാൻ വേണ്ടി ഇറങ്ങി. മോൾക്ക് കാണിച്ചു കൊടുക്കാനാണ് പോകുന്നത്. അതിനുശേഷം ഞങ്ങൾ കമ്മ്യൂണിറ്റി ഹാളിലെത്തി. അട്ടപ്പാടി അഗളി കമ്മ്യൂണിറ്റി ഹാളിലേക്കാണ് പോയത്. അവിടെയാണ് സാറിൻ്റെ റിട്ടയർമെൻറ്റ് ചടങ്ങുകൾ നടക്കുന്നത്. എന്തൊരു സൗന്ദര്യമാണെന്നോ ഹാളിൻ്റെ ആ ഒരു പരിസരമൊക്കെ. വിശാലമായ ഹാളാണ്. ധാരാളം കസേരകൾ ഒരുക്കിയിട്ടിരുന്നു. ആളുകളൊക്കെ ഇരിപ്പുണ്ട്. ഞാനും കൂടെ വന്നിട്ടുള്ള ഓഫീസിലെ ആളുകളും മക്കളും ഹാളിലേക്ക് കയറാനുള്ള പുറപ്പാടിലാണ്. സാറ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായി വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. കുടിക്കാനുള്ള പാനീയങ്ങളൊക്കെ വിതരണം ചെയ്യുകയാണ്. തുടർന്ന് ഹാളിലേക്ക് കയറി സ്വാഗതം പറയുന്നതിനും ഉദ്ഘാടന ചടങ്ങുകൾക്കും ഒക്കെ ആളുകൾ ഒരുക്കത്തിലാണ്. ഓരോരുത്തരായി വന്നു തുടങ്ങി. പ്രാർത്ഥനയാണ് ഇനി നടക്കാൻ പോകുന്നത്. ദൈവമേ
പുലരുമ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നു എന്നും കലാവൈഭവം ഇരുളുമ്പോൾ പോലും സാറിന്റെ ഓഫീസിലെ മാത്യു ചേട്ടന്റെ മോളാണ് എല്ലാവരെയും ക്ഷണിക്കുന്നത് പ്രസംഗത്തിനായി. അങ്ങനെ ഓരോരുത്തരായി വന്നു തുടങ്ങി. പ്രമോഷൻ ലഭിച്ചതിനെ തുടർന്ന് 2009 അട്ടപ്പാടി അഗളി സെക്ഷനിൽ ഓവർസിയറായി എത്തി. ബൊക്കെ നൽകി സാറിനെ ആദരിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഞങ്ങൾക്കും ഓഫീസിലുള്ള സഹപ്രവർത്തകർ ബൊക്കെ നൽകി ആദരിച്ചു. തുടർന്ന് പ്രസംഗങ്ങളായിരുന്നു. ഓർമ്മകൾ മാത്രം മറഞ്ഞതില്ല, സൗഹൃദം മായാത്ത മുദ്ര പോലെ. എനിക്ക് ഏറെ സുഖകരമാണ്. അത് എനിക്ക് സ്റ്റേജ് ഫിയർ ആളാണ്. എന്നാലും വരാൻ പറഞ്ഞില്ലെങ്കിൽ അത്ര നന്നായിപ്പോ. എന്നെ മെയിനായിട്ട് അഗ്ലി സെക്ഷനിലെ സാർ ശിങ്കിടിയാണെന്ന് വിളിക്കാറ്. കാരണം സാറിന് കുറേ ഇറങ്ങിയിട്ട് അപ്ഡേറ്റ് കാണാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാം. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഇത്ര സക്സസ്ഫുൾ ആയ ഒരു വ്യക്തി എനിക്ക് ലൈഫിൽ മാതൃകയാക്കാൻ പറ്റിയത് സാർ. അപ്പം ഞാൻ അപ്പം ഞങ്ങളുടെ അവിടെ ഉള്ള ഒരു സബ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വളരെ ക്ഷീണായി ഒരുപാട് സാധനങ്ങളായിട്ട് മാറ്റാൻ ഒരുപാട് നന്ദിയായിട്ട് ജവാബിട്ടിരിക്കുന്നു. പിന്നീട് എനിക്കും 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി അവസരം ലഭിച്ചു. ശ്രീ ഉദയചന്ദ്രൻ സാർ. അദ്ദേഹം സാറിനായിട്ട് എഴുതി തന്ന ഒരു കവിതയാണ് ഞാനിവിടെ പാടാൻ പോകുന്നത്. പടിയിറങ്ങട്ടെ ഞാൻ കാലമെനിക്കായി വെച്ചു തന്നൊരാ സേവനകാലമെന്നു തീരുന്നതായറിയുന്നു ഞാൻ. പടിയിറങ്ങട്ടെ ഞാൻ പ്രിയ കൂട്ടരെ, നമസ്കാരം നമസ്കാരം നമസ്കാരം. കാലത്തിൻ കൈകളിലാണീ എല്ലാം എന്ന സത്യമെന്നറിഞ്ഞ് വിനീതനായി ഇവിടെ വച്ചീ ജീവിതപ്പടിയിറങ്ങട്ടെ. പ്രിയ കൂട്ടരെ വിട, പ്രിയ കൂട്ടരെ വിട. തിരിഞ്ഞു നോക്കുമ്പോൾ കാൺമോ എത്രയോ നല്ലോർമ്മകൾ, കൊഴിഞ്ഞ ദിനരാത്രങ്ങൾക്കൊപ്പം എത്രയോ വികാരങ്ങൾ. ഇരുട്ടുമാറ്റി പ്രഭാപൂരമായി മാറ്റും നാട്ടിൽ തെളിഞ്ഞു കത്തിക്കണ്ടു എത്രയോ മുഖഭാവങ്ങൾ. പ്രസന്നമായി എത്രയോ സുന്ദര മുഖഭാവങ്ങൾ. നിറഞ്ഞ മനസ്സു കാലങ്ങളായി നാം കൂടിക്കഴിഞ്ഞൊരാ കൂട്ടത്തിൽ നിന്നും പിരിയുന്നു ഏകനായി. കാലങ്ങളായി നാം കൂടിക്കഴിഞ്ഞൊരാ
വിധിച്ചതാണല്ലോ ഏവർക്കുമായി. വേദനയെങ്കിലും വിരമിക്കയിന്നൊരാവേശം വിധിച്ചതാണല്ലോ ഏവർക്കുമായി. ചിട്ടകളൊക്കെയും മാറുന്നു നാമിനി, ചട്ടങ്ങളെല്ലാം സ്വതന്ത്രരെ പോലെയായി. ചിത്തത്തിലെന്നും ഓർമ്മകളായി സ്വയം ചാരിക്കിടക്കട്ടെ ചാരു കസേരയിൽ. വെളിച്ചമേകി കാലം കഴിച്ചതിൻ ഓർമ്മയിൽ ഞാനെൻ്റെ കാലം കഴിക്കുന്നു. പ്രായമേറെ കഴിഞ്ഞു സന്ധ്യയായി, പ്രായമേറെ കഴിഞ്ഞു സന്ധ്യയായി. നന്ദി. അറിയില്ല. ഇപ്പോൾ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അച്ഛൻ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഓർമ്മയില്ല ഇതിൽ മണ്ണാർക്കാടും അലനല്ലൂരും പിന്നെ എവിടെയും വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് ഓർമ്മയുള്ളത്. പക്ഷേ അച്ഛൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ഇവിടെയാണെന്ന് തോന്നുന്നു. കാരണം അച്ഛൻ ഒരുപാട് സ്പേസ് കിട്ടിയിട്ടുണ്ട്. അലനല്ലൂരൊന്നും വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അച്ഛൻ ഭയങ്കര ബിസി ആയിരുന്നു. പക്ഷേ ഇവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് അച്ഛന് കുറച്ചും കൂടി സന്തോഷവും കുറച്ച് പ്രൈവറ്റ് സ്പേസും കിട്ടിയതുപോലെ തോന്നുന്നത്. വീട്ടിലും കൂടുതൽ നേരം ഇരുന്നിട്ടുള്ളത് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അമ്മ ആദ്യം പറഞ്ഞ പോലെ തന്നെ അച്ഛൻ അട്ടപ്പാടി പോകുമ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു. കാരണം വീട്ടിലോട്ട് വരാനുള്ള സമയം കുറവായിരിക്കും അങ്ങനെയൊക്കെ കരുതിയിരുന്നത്. പക്ഷേ അച്ഛൻ ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്നതായിട്ട് എനിക്ക് ഓർമ്മ ഉള്ളത് ഇവിടെയാണ്. അതിന് അച്ഛന് ഇപ്പോൾ ഒരുപാട് ആത്മാർത്ഥത ഉള്ള ആളുകൾ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് പല ആളുകളും അവരെ ഉപയോഗിക്കാൻ ശ്രമിക്കും പല കാര്യങ്ങൾക്കും. ഇപ്പോൾ അച്ഛന് ഒരുപാട് സ്പേസും സന്തോഷവും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അച്ഛനെ ഒരുപാട് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ അതിന് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം. അച്ഛന് ഒരുപാട് നേരം വീട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളെല്ലാവരും അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ആത്മാർത്ഥതനെ ഒരുപാട് ഉപയോഗിക്കാത്തതിൽ നിങ്ങളോട് നന്ദി പറയുന്നു. പിന്നെ അച്ഛനിങ്ങനെ ഒരുപാട് ആത്മാർത്ഥത ഉള്ളത് കൊണ്ട് എനിക്കും കുറേ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ല പേരാ. ഇപ്പോൾ ഞാൻ 9ലും 10ലൊക്കെ പഠിക്കുന്ന സമയത്ത് അലനല്ലൂർ എപ്പോഴും കറണ്ട് പോകും. അപ്പോൾ 9ലും 10ലൊക്കെ പഠിക്കുന്ന സമയത്ത് കറണ്ട് പോയിക്കുന്ന കൂട്ടുകാരൊക്കെ എന്നെയാണ് ആദ്യം വിളിക്കുക, എപ്പോഴാണ് കറണ്ട് വരികയെന്ന് അറിയാം. കാരണം അന്ന് ഫോണിലൊന്നും നമുക്ക് സ്പോർട്സ് ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ ഇൻവേർട്ടർ വന്നപ്പോൾ വിളി നിന്നു. പക്ഷേ ഇപ്പോഴും കുറച്ച് പേര് എന്നെ അതിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലാ ചായക്കടയിലും അച്ഛനെ അറിയാം. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര സുഖമാണ്. അച്ഛൻ്റെ പേര് പറഞ്ഞാൽ മതി, എനിക്ക് കിട്ടും. ആരും തരാതിരിക്കലൊന്നുമില്ല. പിന്നെ എൻ്റെ ബാക്കി ശിഷ്ടജീവിതകാലം അങ്ങനെ തന്നെ ജോലി ചെയ്യുന്നുള്ള വാശി ഞാൻ നിഷ്കരണം ചെയ്തു. പിന്നെ ഒന്നാണ് അദ്ദേഹം അവസാനമായുള്ള ആ സൈൻ ഒപ്പുവെച്ചപ്പോൾ കണ്ണിന്ന് വെള്ളം വന്നു. ഔദ്യോഗിക ജീവിതം ലാസ്റ്റ് ഒപ്പ്. പിന്നെ വീട്ടിൽ ഫങ്ഷനായിരുന്നു. സഹപ്രവർത്തകരെല്ലാം തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നു. കുടുംബക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. വീട്ടിലെല്ലാം ഒരുക്കിയിരുന്നത് മുത്താണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മുത്ത്. കുടുംബത്തിലെ വിരുന്നൊക്കെ കഴിഞ്ഞ് സഹപ്രവർത്തകർ യാത്ര പറയുകയാണ് സാറിനോട്. കൂട്ടത്തിൽ ഏറ്റവും സങ്കടം ആനന്ദിനും രവി സാറിനുമായിരുന്നു. എല്ലാവരും ചേർന്ന് ഫോട്ടോസൊക്കെ എടുത്തു. വളരെ സങ്കടത്തോടുകൂടി തന്നെയാണ് സഹപ്രവർത്തകരെ യാത്രയാക്കിയത്.
എടുക്കട്ടെ? വിശ്രമ ജീവിതത്തിന് ആശംസ അർപ്പിച്ച് കൂട്ടുകാർ അങ്ങനെ